കണ്ണൂരിൽ വാഹനത്തിന് തീപിടിച്ചതിനെ തുടർന്ന് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും ഭർത്താവും വെന്തുമരിച്ച വാർത്ത നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയതാണ്. ഓടിക്കൂടിയവർക്കും രക്ഷപ്പെട്ടവർക്കും വെറും കാഴ്ചക്കാരാവാനല്ലാതെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാർ തീപിടുത്തത്തിന് അപൂർവമായി ഒരുപാട് കാരണങ്ങളുണ്ടാകാം. ഹ്യൂമൻ എറർ, മെക്കാനിക്കൽ ഇഷ്യൂസ് ആൻഡ് എന്നിവയുടെ സംയോജനമാണ് തീപിടുത്തം ഉണ്ടാകാനുള്ള കൂടുതൽ സാധ്യത. ഒരു ചെറിയ സ്പാർക്കിൽ നിന്ന് വലിയ തീയുണ്ടാകാൻ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു വാഹനത്തിന് തീ പിടിച്ചാൽ ചില കാര്യങ്ങൾ ആ തീയെ വളരെ അപകടകരമാക്കാം. ആ കാര്യങ്ങൾ എന്താണെന്നറിഞ്ഞാൽ അപകടകരമായ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം. നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ പറഞ്ഞതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓരോ 8 തീപിടുത്തങ്ങളിൽ ഒരെണ്ണം വാഹനങ്ങൾക്ക് സംഭവിക്കുന്ന തീപിടുത്തമാണ്. വാഹനത്തിന് തീ പിടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അഥവാ വാഹനത്തിന് തീ പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടണം? ഫോസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ JoeFos. ഒന്നാമത്തത് ഷോർട്ട് സർക്യൂട്ട്. വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ഏറെക്കുറെ തീപിടുത്തങ്ങളും ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഉണ്ടാകുന്നത്. വണ്ടികളിൽ അഡീഷണലായിട്ട് പിടിപ്പിക്കുന്ന ലൈറ്റ്, ഹോണ്, സ്പീക്കർ തുടങ്ങിയ മോഡിഫിക്കേഷൻസ് കൃത്യമായ അറിവില്ലാത്ത മെക്കാനിക് ചെയ്താൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണമായേക്കാം. മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ല മെക്കാനിക്കിനെ കൊണ്ട് മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക. രണ്ടാമത്തത് ഫ്യൂൽ സിസ്റ്റം ലീക്സ്. വാഹനത്തിന് ഇന്ധനമായ പെട്രോളോ ഡീസലോ ടാങ്കിൽ നിന്നോ കണക്ഷൻ പൈപ്പിൽ നിന്നോ ലീക്കായാൽ തീപിടുത്തം സംഭവിച്ചേക്കാം. 42 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ താപനിലയുള്ള ഇന്ധനത്തിന് തീപിടിക്കാൻ ചെറിയൊരു സ്പാർക്ക് മാത്രം മതി. മൂന്നാമത്തത് പുവർ മെയിൻ്റെനൻസ്. ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനുഷ്യർ ശരീരത്തിന് സംരക്ഷിക്കുവാനായി ചെയ്യാറുണ്ട്. പക്ഷേ വാഹനം മേടിച്ചതിൽ പിന്നെ കഴുകുകയോ കൃത്യമായി സർവീസ് ചെയ്യുകയോ ഓയിൽ മാറുകയോ ചെയ്യാത്തവരുടെ വാഹനം അതീവ ഗുരുതരാവസ്ഥയിലാണ്. പൊടിയും അഴുക്കും വാഹനത്തിൻ്റെ അവസ്ഥ തന്നെ മാറ്റുന്നു. സർവീസ് ചെയ്യാതെ വരുന്നത് എഞ്ചിനുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സമയമില്ല, പണമില്ല എന്നും പറഞ്ഞ് വാഹനങ്ങൾ സൂക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. വാഹനത്തിൻ്റെ പുക, ശബ്ദം തുടങ്ങിയവ എപ്പോഴും ശ്രദ്ധിക്കുക. കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യുക. നാലാമത്തത് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ വാഹനത്തിന് ദി സേഫസ്റ്റ് കാർ എവർ എന്ന വിളിപ്പേര് കിട്ടി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ 2013 ടെസ്ലയുടെ കാറിന് തീ പിടിച്ചു. അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടിയുള്ള ഒരു വസ്തു തെറിച്ചു വീണ് ബാറ്ററിയിലുണ്ടായ ലീക്കാണ് തീപിടുത്തത്തിന് കാരണമായത്. 2017 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിൽ 11 ലക്ഷം കാറുകളാണ് ബാറ്ററി സംബന്ധിച്ച പ്രശ്നങ്ങൾ കാരണം ഷെവർലെറ്റ് കമ്പനി തിരിച്ചു വിളിച്ചത്. ആ കാറുകളിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം തീ പിടിക്കുന്നത് സാധാരണമായിരുന്നു. EV അഥവാ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ കരുതലോടെ വാഹനം ഓടിക്കുക. ചെറിയ കുഴപ്പങ്ങൾ പോലും മാറ്റിവെക്കാതെ ഉടൻ തന്നെ പരിഹരിക്കുക. അഞ്ചാമത്തത് ഓവർ ഹീറ്റിംഗ് എൻജിൻസ്. വാഹനത്തിൻ്റെ എൻജിൻ ഒരിക്കലും അപകടകരമാകുന്ന രീതിയിൽ ചൂടാവാറില്ല. പക്ഷേ ആ ഓവർ ഹീറ്റിംഗ് വാഹനത്തിലെ കൂളൻറ്റും ഓയിലും ഓവർ ഹീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവ പിന്നീട് എൻജിനിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വീഴുകയും തീ പിടിക്കുകയും ചെയ്തേക്കാം. ഈ കാരണം മൂലം 2012 ഫോർഡ് കമ്പനി തങ്ങളുടെ 90,000 കാറുകളാണ് തിരികെ വിളിച്ചത്. ഇതുപോലുള്ള സാഹചര്യത്തിൽ വാഹനം നിർത്തിയിടുകയും ഉടൻ തന്നെ മെക്കാനിക്കിനെ വിളിക്കുകയും ചെയ്യുക. പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം വാഹനം ഓടിക്കുക. ആറാമത്തത് ഇലക്ട്രിക് സിസ്റ്റം ഫെയിലിയേഴ്സ്. വാഹനത്തിൽ പൊതുവായുള്ള ബാറ്ററി ഒരുപാട് തവണ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പുറന്തള്ളുന്നു. ബാറ്ററിയിൽ നിന്ന് വരുന്ന സ്പാർക്ക് തന്നെ എഞ്ചിനുള്ളിൽ തീ പിടിപ്പിച്ചേക്കാം. വാഹനത്തിലെ ബാറ്ററിയും എഞ്ചിൻ ഭാഗങ്ങളും എപ്പോഴും പരിശോധിക്കുക. എന്തെങ്കിലും കാരണത്താൽ വാഹനത്തിന് തീ പിടിച്ചാൽ ഉടൻ തന്നെ വണ്ടി ഓഫ് ചെയ്ത് താക്കോൽ ഊരി പുറത്തിറങ്ങുക. വാഹനത്തിൻ്റെ അടുത്ത് നിന്നും പറ്റാവുന്നത്ര ദൂരം ഓടി മാറുക. പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉടൻ തന്നെ 101 എന്ന നമ്പറിൽ വിളിക്കുക. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുക. ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ നമ്മളുടെ അശ്രദ്ധ മൂലം ഉണ്ടാവാതിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.